ഇന്നൊരു നെയ്ച്ചോറാക്കാം. അതിന് കുറച്ച് ഒരു ഉള്ളി എടുത്ത് തരുമോ കട്ടിയില ഇത് വലുപ്പത്തിൽ അരിഞ്ഞിട്ടിട്ട് കടും കുറച്ചിട്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വന്നിട്ടേ. ഇപ്പം പാത്രം ചൂടായതിലേക്ക് വെച്ച് ഓയിൽ വയ്ക്കുന്നുണ്ട്. സണ്ണ ഇപ്പം എണ്ണെല്ലാം ചൂടായി അതിലേക്ക് ഉള്ളി ഇടുന്നുണ്ട്. അപ്പോൾ ഉള്ളിയെല്ലാം വയറ്റിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. വയറ്റിട്ടുണ്ട്, ഇതിലേക്ക് വെള്ളം ഒഴിക്കണേ. ഇതിലേക്ക് ഉപ്പ് ചേർത്തുന്നുണ്ട്. അതിലേക്ക് ഞാൻ ജോക്കറി അരി, ബിരിയാണീൻ്റെ അരി എടുത്തത്, അത് കഴുകട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം പതച്ചിട്ടുണ്ട്. അതിലേക്ക് അരി ചേർക്കാണ് കഴിച്ച. ഇനി അതിലേക്ക് കറാമ്പട്ട, പൂവ്, ഏലക്കായൊക്കെ ചേർക്കുന്നുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ്, മുന്തിരി ചേർക്കുന്നുണ്ട്. ഇനി സ്റ്റവ് ഒന്ന് സ്ലോവിലാക്കി കൊടുക്കുക. ഇതിന് 5 മിനിറ്റ് കൂടി അടച്ചു വെച്ചാൽ മതി. നമ്മുടെ ബിരിയാണി നെയ്ച്ചോറ് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ലവൻ്റെ റെഡി ആയിട്ടുണ്ട്. നല്ല വേവായിട്ടുണ്ട്.